ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് പ്രഭാഷകൻ 44 അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളുടെ വീഡിയോയാണ്. ന്യായാധിപന്മാർ 2025 ലോഗോസിന് പഠിക്കാനുള്ള മുഴുവൻ ഭാഗങ്ങളിൽ നിന്നായി 16 വീഡിയോസ് ചോദ്യോത്തരങ്ങളുടേത് തയ്യാറാക്കിയിട്ടുണ്ട്. പ്രഭാഷകനിൽ നിന്നുള്ള 5ാമത്തെ വീഡിയോയാണിത്. ചോദ്യോത്തരങ്ങൾ പഠിക്കുന്നതിന് സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തിവരികയാണ്. നിലവിൽ ഒരധ്യായം ഒരു മോക്ക് ടെസ്റ്റ് എന്ന ക്രമത്തിൽ നടത്തുകയാണ്. അതേ തുടർന്ന് ഒന്നിൽ കൂടുതൽ അധ്യായങ്ങൾ 50 മാർക്കിൻ്റെയും മുഴുവൻ ഭാഗങ്ങളും ഉൾപ്പെടുത്തി 100 മാർക്കിൻ്റെയും അടക്കം ആകെ 100 മോക്ക് ടെസ്റ്റുകളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർ രജിസ്ട്രേഷൻ ഫീസ് സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് അയച്ചതിനു ശേഷം പേരും പരീക്ഷ എഴുതുന്ന നമ്പരും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യേണ്ടതാണ്. ലോഗോസ് ക്വിസ് പഠന സഹായി ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ചോദ്യോത്തരങ്ങൾ അതുപോലെ പുസ്തകമാക്കിയിരിക്കുകയാണ്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ പുസ്തകം അയച്ചു തരുന്നതാണ്. കേരളത്തിനുള്ളിലുള്ളവർക്ക് പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ 250 രൂപയും കേരളത്തിന് പുറത്ത് ഇന്ത്യക്കുള്ളിൽ പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ 300 രൂപയുമാണ്. ഒന്നാമത്തെ ചോദ്യം, പ്രഭാഷകൻ അധ്യായം 44 ആകെ എത്ര വാക്യങ്ങളുണ്ട്? 23 വാക്യങ്ങൾ. 2, പ്രഭാഷകൻ അധ്യായം 44 ആദ്യത്തെ തലക്കെട്ട് പിതാക്കന്മാരുടെ മഹത്വം. 3, നമുക്കിപ്പോൾ ആരെയെല്ലാം തലമുറക്രമത്തിൽ പ്രകീർത്തിക്കാം എന്നാണ് പ്രഭാഷകൻ അധ്യായം 44 ആരംഭത്തിൽ പറയുന്നത്? മഹത്തുക്കളെയും നമ്മുടെ പൂർവപിതാക്കന്മാരെയും. 4, നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവപിതാക്കന്മാരെയും എങ്ങനെ പ്രകീർത്തിക്കാം എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? തലമുറക്രമത്തിൽ. 5, നമുക്കിപ്പോൾ തലമുറക്രമത്തിൽ പ്രകീർത്തിക്കാം എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ആരെയെല്ലാം? മഹത്തുക്കളെയും നമ്മുടെ പൂർവപിതാക്കന്മാരെയും. 6, കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. ആർക്ക്? മഹത്തുക്കൾക്കും നമ്മുടെ പൂർവപിതാക്കന്മാർക്കും. 7, കർത്താവ് എന്നു മുതലാണ് തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകിയത്? ആദ്യം മുതൽ തന്നെ. 8, മഹത്തുക്കളുടെയും നമ്മുടെ പൂർവപിതാക്കന്മാരുടെയും ഇടയിൽ ഉണ്ടായിരുന്നത് ആരെല്ലാം? രാജാക്കന്മാർ, കീർത്തിയുറ്റ ബലശാലികൾ, ജ്ഞാനത്താൽ ഉപദേശം നൽകിയവർ, പ്രവാചകന്മാർ. എങ്ങനെയുള്ള ബലശാലികളാണ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്? കീർത്തിയുറ്റ. 10, ജ്ഞാനത്താൽ എന്ത് നൽകിയവരാണ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്? ഉപദേശം. 11, എങ്ങനെ ജനത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർവമായി ഉപദേശം നൽകിയവരുമാണ് അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്? ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും. 12, ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് എന്തു കൊടുത്തവരാണ് അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്? നേതൃത്വം. 13, വിവേകപൂർവമായ എന്ത് നൽകിയവരാണ് അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്? ഉപദേശം. 14, മഹത്തുക്കളിലും നമ്മുടെ പൂർവപിതാക്കന്മാരിലും ചിലർ ആരെല്ലാം ആയിരുന്നു എന്നാണ് പ്രഭാഷകൻ 44:5 പറയുന്നത്? സംഗീതജ്ഞന്മാരും കവികളും. 15, മഹത്തുക്കളിലും നമ്മുടെ പൂർവപിതാക്കന്മാരിലും ചിലർ എങ്ങനെ ഉള്ളവരായിരുന്നു എന്നാണ് പ്രഭാഷകൻ 44:6 പറയുന്നത്? വിഭവ സമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവം വസിച്ചവരും. 16, മഹത്തുക്കളിലും നമ്മുടെ പൂർവപിതാക്കന്മാരിലും ചിലർ എങ്ങനെ വസിച്ചവരായിരുന്നു? സ്വവസതികളിൽ സമാധാനപൂർവം. 17, മഹത്തുക്കളിലും നമ്മുടെ പൂർവപിതാക്കന്മാരിലും ചിലർ എവിടെ സമാധാനപൂർവം വസിച്ചവരും ആയിരുന്നു? സ്വവസതികളിൽ. 18, മഹത്തുക്കളിലും നമ്മുടെ പൂർവപിതാക്കന്മാരിലും പെട്ട ഇവർ തങ്ങളുടെ തലമുറയിൽ ആരായിരുന്നു? ബഹുമാനിതരും കാലത്തിൻ്റെ മഹിമയും. 19, ഇവർ തങ്ങളുടെ തലമുറയിൽ ബഹുമാനിതരും കാലത്തിൻ്റെ എന്തുമായിരുന്നു? മഹിമയും. 20, മഹത്തുക്കളിലും നമ്മുടെ പൂർവപിതാക്കന്മാരിലും പെട്ട ചിലർ
ആര് പ്രകീർത്തിച്ച പ്രസിദ്ധരായിരുന്നു? ജനങ്ങൾ. 21 മഹത്തുക്കളിലും നമ്മുടെ പൂർവ്വപിതാക്കന്മാരിലും എന്ത് അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവരും ഉണ്ട് എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്. സ്മരണ. 22 സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവർക്ക് സംഭവിച്ചതെന്ത്? ജീവിക്കുകയോ ജനിക്കുകയോ പോലുമോ ചെയ്തിട്ടില്ലെന്ന് തോന്നുമാറ് അവർ മൺമറഞ്ഞുപോയി. 23 എന്തെല്ലാം സംഭവിച്ചിട്ടില്ലെന്ന് തോന്നുമാറാണ് അവർ മൺമറഞ്ഞു പോയത്? ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തിട്ടില്ലെന്ന് തോന്നുമാറ്. 24 ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തിട്ടില്ലെന്ന് തോന്നുമാറ് അവർ മൺമറഞ്ഞു പോയി. അവരുടെ ആർക്കും അങ്ങനെ തന്നെ സംഭവിച്ചു എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്. മക്കൾക്കും. 25 മഹത്തുക്കളും പൂർവ്വപിതാക്കന്മാരും എങ്ങനെ ഉള്ളവരായിരുന്നു എന്നാണ് പ്രഭാഷകൻ 44:10 പറയുന്നത്. കാരുണ്യമുള്ളവരായിരുന്നു. 26 അവർ കാരുണ്യമുള്ളവരായിരുന്നു. അവരുടെ എന്ത് വിസ്മരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? സത്പ്രവൃത്തികൾ. 27 അവരുടെ സത്പ്രവൃത്തികൾ എന്തു ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? വിസ്മരിക്കപ്പെട്ടിട്ടില്ല. 28 മഹത്തുക്കളിലും നമ്മുടെ പൂർവ്വപിതാക്കന്മാരിലും പെട്ട അവരുടെ ഐശ്വര്യം ആരിലാണ്? അവരുടെ പിൻഗാമികളിൽ. 29 മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും അവകാശം ആരിൽ നിലനിൽക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവരുടെ മക്കളുടെ മക്കളിൽ. 30 ആര് ഉടമ്പടികൾ പാലിക്കും എന്നാണ് പ്രഭാഷകൻ 44:12 പറഞ്ഞിരിക്കുന്നത്? അവരുടെ സന്തതികൾ. 31 അവരുടെ മക്കളും അവയ്ക്കു വേണ്ടി നിലകൊള്ളും. എന്തിനു വേണ്ടി? ഉടമ്പടികൾ പാലിക്കാൻ വേണ്ടി. 32 മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും ആരാണ് എന്നേക്കും നിലനിൽക്കും എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? ഭാവി തലമുറകൾ. 33 മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും സന്തതികൾ ഉടമ്പടികൾ പാലിക്കും. അവരുടെ മക്കളും അവയ്ക്കു വേണ്ടി നിലകൊള്ളും. അവരുടെ ഭാവി തലമുറകൾക്ക് സംഭവിക്കുന്നതെന്ത്? എന്നേക്കും നിലനിൽക്കും. 34 മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും. അവരുടെ എന്ത് മാഞ്ഞു പോകുകയില്ല? പ്രതാപം. 35 അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും. അവരുടെ പ്രതാപത്തിന് എന്ത് സംഭവിക്കുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? മാഞ്ഞു പോകുകയില്ല. 36 അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. ആര്? മഹത്തുക്കളും അവരുടെ പൂർവ്വപിതാക്കന്മാരും. 37 മഹത്തുക്കളും നമ്മുടെ പൂർവ്വപിതാക്കന്മാരും എങ്ങനെയാണ് സംസ്കരിക്കപ്പെട്ടത്? സമാധാനത്തിൽ. 38 മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും എന്താണ് തലമുറകൾ തോറും നിലനിൽക്കുന്നത്? പേര്. 39 മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും പേര് എവിടെയാണ് നിലനിൽക്കുന്നത്? തലമുറകൾ തോറും. 40 മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും എന്താണ് ജനതകൾ പ്രഘോഷിക്കുന്നത്? അവരുടെ വിജ്ഞാനം. 41 മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും വിജ്ഞാനം ജനതകൾ എന്തു ചെയ്യും? പ്രഘോഷിക്കും. 42 മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും പ്രകീർത്തിക്കുന്നതാര്? സമൂഹം. 43 മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും സമൂഹം എന്തു ചെയ്യും? പ്രകീർത്തിക്കും. 44 പ്രഭാഷകൻ അധ്യായം 44-ന്റെ 2-ാമത്തെ തലക്കെട്ട് ഹെനോക്ക് നോഹ. 45 ആര് കർത്താവിനെ പ്രീതിപ്പെടുത്തി എന്നാണ് പ്രഭാഷകൻ 44:16 പറഞ്ഞിരിക്കുന്നത്? ഹെനോക്ക്. 46 ഹെനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി. അവൻ എവിടേക്കാണ് സംവഹിക്കപ്പെട്ടത്? ഉന്നതത്തിലേക്ക്. 47 ഹെനോക്ക് ആരെ പ്രീതിപ്പെടുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവിനെ. 48 കർത്താവിനെ പ്രീതിപ്പെടുത്തിയ ഹെനോക്ക് ഉന്നതത്തിലേക്ക് എന്തു ചെയ്യപ്പെട്ടു? സംവഹിക്കപ്പെട്ടു. 49 എല്ലാ തലമുറകൾക്കും അനുതാപത്തിന്റെ മാതൃകയായതാര്? ഹെനോക്ക്. 50 ഹെനോക്ക് ആർക്കാണ് അനുതാപത്തിന്റെ മാതൃകയായത്? എല്ലാ തലമുറകൾക്കും. 51 ആര്
തികഞ്ഞ നീതിമാനായിരുന്നു എന്നാണ് പ്രഭാഷകൻ 44:17 പറയുന്നത്. നോഹ. 52 വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നത് ആര്? നോഹ. 53 എന്ന് ഒഴിവാക്കപ്പെട്ട മുളയാണ് നോഹ വിനാശത്തിന്റെ നാളിൽ. 54 ജലപ്രളയത്തിനു ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു. എങ്ങനെ? വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട നോഹ വഴി. 55 എന്തിനു ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു എന്നാണ് പ്രഭാഷകൻ 44:17 പറഞ്ഞിരിക്കുന്നത്? ജലപ്രളയത്തിനു ശേഷം. 56 ജലപ്രളയത്തിനു ശേഷം എവിടെ ഒരു ഭാഗം നിലനിന്നു എന്നാണ് പ്രഭാഷകൻ 44:17 പറഞ്ഞിരിക്കുന്നത്? ഭൂമിയിൽ. 57 മർത്യകുലം എന്തിനാൽ നശിപ്പിക്കപ്പെടുകയില്ല എന്ന നിത്യമായ ഉടമ്പടിയാണ് അവനുമായി, അതായത് നോഹയുമായി ചെയ്യപ്പെട്ടത്? ജലപ്രളയത്താൽ. 58 മർത്യകുലം ജലപ്രളയത്താൽ എന്തു ചെയ്യപ്പെടുകയില്ല എന്ന നിത്യമായ ഉടമ്പടിയാണ് അവനുമായി, നോഹയുമായി സ്ഥാപിക്കപ്പെട്ടത്? നശിപ്പിക്കപ്പെടുകയില്ല. 59 മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന് എങ്ങനെയുള്ള ഉടമ്പടിയാണ് അവനുമായി, അതായത് നോഹയുമായി സ്ഥാപിക്കപ്പെട്ടത്? നിത്യമായ. 60 പ്രഭാഷകൻ അധ്യായം 44 മൂന്നാമത്തെ തലക്കെട്ട് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. 61 അബ്രഹാം ആരായിരുന്നു? അനേക ജനതകളുടെ പൂർവപിതാവ്. 62 അനേകം ജനതകളുടെ പൂർവപിതാവ് ആരായിരുന്നു? അബ്രഹാം. 63 എന്തിൽ അബ്രഹാത്തിന് സമനായി ആരുമില്ല എന്നാണ് പ്രഭാഷകൻ 44:19 പറഞ്ഞിരിക്കുന്നത്? മഹത്വത്തിൽ. 64 മഹത്വത്തിൽ അവനുമായി സമനായി ആരുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെപ്പറ്റി? അബ്രഹാത്തെപ്പറ്റി. 65 അബ്രഹാം ആരുടെ നിയമമാണ് പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്? അത്യുന്നതന്റെ നിയമം. 66 ആരാണ് അബ്രഹാമുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടത്? അത്യുന്നതൻ. 67 അത്യുന്നതൻ ആരുമായാണ് ഉടമ്പടിയിൽ ഏർപ്പെട്ടത്? അബ്രഹാമുമായി. 68 അബ്രഹാം എവിടെയാണ് ഉടമ്പടിയുടെ മുദ്ര പതിച്ചത്? സ്വശരീരത്തിൽ. 69 സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചതാര്? അബ്രഹാം. 70 അബ്രഹാം സ്വശരീരത്തിൽ പതിച്ചത് എന്ത്? ഉടമ്പടിയുടെ മുദ്ര. 71 പരീക്ഷിക്കപ്പെട്ടപ്പോൾ വിശ്വസ്തത തെളിയിച്ചതാര്? അബ്രഹാം. 72 അബ്രഹാം എപ്പോഴാണ് വിശ്വസ്തത തെളിയിച്ചത്? പരീക്ഷിക്കപ്പെട്ടപ്പോൾ. 73 അവന്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തത് എന്തുകൊണ്ട്? പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചതുകൊണ്ട്. 74 അവന്റെ, അതായത് അബ്രഹാത്തിന്റെ സന്തതി വഴി ആര് അനുഗ്രഹിക്കപ്പെടും എന്നാണ് കർത്താവ് അവനോട് ശപഥം ചെയ്തത്? ജനതകൾ. 75 അവന്റെ സന്തതി വഴി ജനതകൾ എന്തു ചെയ്യപ്പെടും എന്നാണ് കർത്താവ് അവനോട് ശപഥം ചെയ്തത്? അനുഗ്രഹിക്കപ്പെടും. 76 അബ്രഹാത്തിന് ലഭിച്ച വാഗ്ദാനങ്ങൾ എന്തെല്ലാം? ഭൂമിയിലെ മണൽത്തരി പോലെ അവനെ വർദ്ധിപ്പിക്കും, അവന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകും, അവർ, അതായത് അവന്റെ സന്തതി സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തും. ഇങ്ങനെ 3 വാഗ്ദാനങ്ങളാണ് അബ്രഹാത്തിന് ലഭിക്കുന്നത്. ഇതേ ക്രമത്തിൽ തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. 77 അവനെ എന്തുപോലെ വർദ്ധിപ്പിക്കും എന്നാണ് അബ്രഹാത്തിന് വാഗ്ദാനം ലഭിച്ചത്? ഭൂമിയിലെ മണൽത്തരി പോലെ. 78 ഭൂമിയിലെ മണൽത്തരി പോലെ വർദ്ധിപ്പിക്കും എന്ന് വാഗ്ദാനം ലഭിച്ചത് ആർക്ക്? അബ്രഹാത്തിന്. 79 എവിടുത്തെ മണൽത്തരി പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നാണ് അബ്രഹാത്തിന് വാഗ്ദാനം ലഭിച്ചത്? ഭൂമിയിലെ. 80 അവന്റെ ആര് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകും എന്നാണ് അബ്രഹാത്തിന് വാഗ്ദാനം ലഭിച്ചത്? സന്തതി. 81 അവന്റെ സന്തതി എവിടുത്തെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നാണ് അവന് വാഗ്ദാനം ലഭിച്ചത്? ആകാശത്തിലെ. 82 അവർ എവിടെ മുതൽ എവിടെ വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തും എന്നാണ് അബ്രഹാത്തിന് വാഗ്ദാനം ലഭിച്ചത്? സമുദ്രം മുതൽ സമുദ്രം വരെയും. 83 അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും ഏതു നദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തും എന്നാണ്
അബ്രഹാത്തിന് വാഗ്ദാനം ലഭിച്ചത്? മഹാനദി മുതൽ. അവർ എന്ന് പറയുന്നത് അബ്രഹാത്തിന്റെ സന്തതി പരമ്പരകളെ കുറിച്ചാണ്. 84 അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ എവിടെ വരെയും അവകാശമാക്കാൻ ഇടവരുത്തും എന്നാണ് അബ്രഹാത്തിന് വാഗ്ദാനം ലഭിച്ചത്, ഭൂമിയുടെ അതിർത്തികൾ വരെയും. 85 ഇസഹാക്കിന് ആരു മൂലമാണ് അതേ വാഗ്ദാനം നൽകപ്പെട്ടത്? പിതാവായ അബ്രഹാം വഴി. 86 പിതാവായ അബ്രഹാം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടതാർക്ക്? ഇസഹാക്കിന്. 87 ഇസഹാക്കിന്റെ പിതാവാര്? അബ്രഹാം. 88 എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും ആരുടെ ശിരസിലാണ് കർത്താവ് വെച്ചത്? യാക്കോബിന്റെ. 89 ആർക്കുള്ള അനുഗ്രഹവും ഉടമ്പടിയുമാണ് യാക്കോബിന്റെ ശിരസിൽ കർത്താവ് വച്ചത്? എല്ലാ മനുഷ്യർക്കും. 90 എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള എന്തെല്ലാമാണ് യാക്കോബിന്റെ ശിരസിൽ കർത്താവ് വെച്ചത്? അനുഗ്രഹവും ഉടമ്പടിയും. 91 കർത്താവ് യാക്കോബിനെ അനുഗ്രഹിച്ചത് എന്തു നൽകിയാണ്? പൈതൃക അവകാശം. 92 ആരാണ് യാക്കോബിനെ അനുഗ്രഹിച്ച് പൈതൃക അവകാശം നൽകിയത്? കർത്താവ്. 93 കർത്താവ് എന്ത് നിശ്ചയിച്ചാണ് അത് 12 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തത്? ഓഹരി. 94 കർത്താവ് ഓഹരി നിശ്ചയിച്ച് അത് ആർക്കാണ് കൊടുത്തത്? 12 ഗോത്രങ്ങൾക്കായി. 95 കർത്താവ് ഓഹരി നിശ്ചയിച്ച് അത് 12 ഗോത്രങ്ങൾക്കായി എന്തു ചെയ്തു? ഭാഗിച്ചു കൊടുത്തു. ഇങ്ങനെ 95 ചോദ്യങ്ങളാണ് പ്രഭാഷകൻ 44-ാം അധ്യായത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത്. പ്രഭാഷകനിൽ നിന്നുള്ള മുഴുവൻ വീഡിയോസും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്യപ്പെടും. മോക്ക് ടെസ്റ്റുകൾ ഇതിന് സമാന്തരമായി നടത്തുകയാണ്. മുഴുവൻ ചോദ്യോത്തരങ്ങളുടെയും വീഡിയോ അപ്ലോഡ് ചെയ്തതിനെ തുടർന്ന് സമാന വാക്യങ്ങളുടെയും പ്രധാനപ്പെട്ട വാക്യങ്ങളുടെയും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ചോദ്യോത്തരങ്ങളുടെയും വീഡിയോ പ്രത്യേകം ചെയ്യുന്നതായിരിക്കും. നല്ല മാർക്ക് കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവർ വാക്യങ്ങൾ കാണാതെ പഠിച്ചു പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ഒരു വർഷം നമുക്ക് 1000-നും 1200-നും ഇടയിൽ വാക്യങ്ങളാണ് ഓരോ വർഷവും ലോഗോസിന് പഠിക്കാനുള്ളത്. 35,000-ഓളം വാക്യങ്ങളാണ് ബൈബിളിൽ ഉള്ളത്. എല്ലാ വർഷവും ഈ വാക്യങ്ങൾ കാണാതെ പഠിക്കാൻ കഴിഞ്ഞാൽ 30-35 വർഷം കൊണ്ട് ബൈബിൾ മുഴുവൻ നമുക്ക് കാണാപ്പാഠമാക്കാൻ, മനഃപ്പാഠമാക്കാൻ സാധിക്കും. അതിനെല്ലാവരും പരിശ്രമിക്കുക. വാക്യങ്ങൾ കാണാതെ പഠിക്കുന്നത് ഏറെ അനുഗ്രഹമുള്ള ഒരു കാര്യമാണ്. അതിനുവേണ്ടിയാണ് 1.5 മിനിറ്റിൽ താഴെ ദൈർഘ്യത്തിൽ 4-5 വാക്യങ്ങൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നത്. ധാരാളം പേരത് കാണുന്നുണ്ട്. നിങ്ങളത് ആവർത്തിച്ചു കാണുക. വാക്യങ്ങൾ സ്വാഭാവികമായും നിങ്ങൾക്ക് മനഃപ്പാഠമാക്കാൻ സാധിക്കും. അത് നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി ആളുകൾക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. മറ്റുള്ളവരെ ബൈബിൾ പഠിക്കാൻ സഹായിക്കുന്നത്, പ്രേരിപ്പിക്കുന്നത്, പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെ ഒരു സുവിശേഷ പ്രഘോഷണമാണ്. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.